നമസ്കാരം. ദുബായിൽ എയർ ഷോയ്ക്കിടെ ഇന്നലെ നടന്ന തേജസ് യുദ്ധവിമാന അപകടത്തോടുകൂടി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിനു പിന്നിൽ സ്വാഭാവികമായും അട്ടിമറി സാധ്യതയുണ്ടോ എന്നൊരു ദുരൂഹത ഇപ്പോൾ എന്തായാലും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട്, പ്രതിരോധ വിദഗ്ധരുടെ ഇടയിൽ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ വിശദമായ അന്വേഷണം തേജസ് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നടന്നു വരികയാണ്. കാരണം 2001 ഈ തേജസിൻ്റെ ആദ്യ പരിശീലന പറക്കൽ നടക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനമാണ് തേജസ്. ആ തേജസ് 2001 പരീക്ഷണ പറക്കൽ നടത്തുന്നു. അതിനുശേഷം നിരവധി പരീക്ഷണ പറക്കലിന് ശേഷം 2015 സേനയിലേക്ക് ഈ തേജസ് വരുന്നത്. അതിന് മുന്നോടിയായി അല്ലെങ്കിൽ സേനയ്ക്ക് ഈ വിമാനം കൊടുക്കുന്നതിന് മുന്നേ ധാരാളം അപ്ഗ്രഡേഷൻസ് ഈ വിമാനത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷവും ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഈ വിമാനത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇത്രയും കൊല്ലത്തെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന പറക്കലിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ്, അതായത് കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒഴിച്ചാൽ ഒരു പ്രാവശ്യം മാത്രമാണ് തേജസ് അപകടത്തിൽപ്പെട്ടത്. അത് 2024 സമാനമായ രീതിയിൽ തേജസ് വിമാനം താഴെ പോവുകയായിരുന്നു. എന്നാൽ പൈലറ്റിന് വളരെ കൃത്യമായി തന്നെ കൃത്യസമയത്ത് തന്നെ ഇജക്റ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ആളപായമുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാനാപകടത്തിൽ, ദുബായ് എയർ ഷോയ്ക്കിടെ നടന്ന വിമാനാപകടത്തിൽ പൈലറ്റ് ഇജക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ടായി. ഇതാണ് ഇപ്പോൾ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്ന് വ്യോമസേന അന്വേഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരത്തെ നടന്നതുപോലെ ആദ്യം 2024 നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ജയ്സാൽമീർ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ചിട്ടാണ് ആദ്യ അപകടം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ അപകടമായ ഇന്നലെ ഉണ്ടായ അപകടമാകട്ടെ മറ്റൊരു വിദേശ രാജ്യത്ത് വെച്ചിട്ടാണ്. ധാരാളം യുദ്ധവിമാനങ്ങൾ, പാകിസ്ഥാൻ്റെ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന ഒരു എയർ ഷോയിലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാന യുദ്ധവിമാനം തേജസിന് ഒരു അപകടം പിണയുന്നത് എന്നുള്ളത് രാജ്യത്തെ വലിയ രീതിയിൽ ആശങ്കയാഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തേജസിന് എന്തോ സാങ്കേതിക തകരാറുണ്ട്, അതിന് ഓയിൽ ലീക്കേജ് ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു വ്യാജ പ്രചാരണവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി തന്നെ എന്താണ് പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പ്രാഥമികമായി പക്ഷേ ഈ വ്യോമയാന രംഗത്തുള്ള ആളുകളെല്ലാം വിലയിരുത്തുന്നത് നെഗറ്റീവ് ജി എന്നൊരു പ്രതിഭാസം അത് ആണ് ഈ അപകട കാരണം എന്നതാണ്. സാധാരണയായി ജി ഫോഴ്സസ് എന്ന് ഈ രംഗത്തുള്ളവർ വിശേഷിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങൾ പറക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റിനും അതുപോലെ തന്നെ പൈലറ്റിനും ലഭിക്കുന്ന മർദ്ദമാണ്. പോസിറ്റീവ് ജി എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ കുത്തനെ ഉയരുമ്പോഴും ആകാശത്ത് വെച്ച് മറ്റ് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോഴും ഉണ്ടാകുന്ന ഒരു മർദ്ദമാണ്. ഈ മർദ്ദം പൈലറ്റിനെ സീറ്റിലേക്ക് അടുപ്പിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു മർദ്ദമാണ്. എന്നാൽ നെഗറ്റീവ് ജി എന്ന് പറഞ്ഞാൽ വിമാനം കുത്തനെ താഴേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ തലകുത്തി മറിയുന്നത് പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോഴുമാണ് നെഗറ്റീവ് ജി എന്ന മർദ്ദം ഉണ്ടാകുന്നത്. അത് പൈലറ്റിനെ സീറ്റിൽ നിന്നും ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മർദ്ദമാണ്. ഈ സമയം കൂടുതൽ അപകടകാരിയാണ്. പോസിറ്റീവ് ജിയേക്കാൾ നെഗറ്റീവ് ജി വളരെയധികം അപകടകാരിയാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇതനുസരിച്ച് നെഗറ്റീവ് ജി ഉണ്ടാകുന്ന സമയത്ത് പൈലറ്റിൻ്റെ തലച്ചോറിലേക്ക് ധാരാളം രക്തം പമ്പ് ചെയ്യപ്പെടുന്നു. ഇത് പൈലറ്റിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങൾക്കെതിരെ വൈമാനികർക്ക് വളരെ കൃത്യമായ പരിശീലന പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ അപൂർവമായി ഇത്തരം നെഗറ്റീവ് ജി സംഭവിക്കുന്ന സമയത്ത് പൈലറ്റിന് അപകടം പിണയാറുണ്ട്. പൈലറ്റുമാർ അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തരമൊരു അബോധാവസ്ഥയിലേക്ക് ഇന്നലത്തെ പൈലറ്റ് പോയതായിരിക്കാം അപകട കാരണം എന്നാണ് പറയപ്പെടുന്നത്. പൈലറ്റ് ആ വിമാനത്തിൽ നിന്നും ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു അപകടം പിണയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് ജി റിയാക്ഷൻ അവിടെ വെച്ച് നടന്നിരുന്നു. അതായത് വിമാനം കുത്തനെ തലകീഴായി മറിയുന്നതും കുത്തനെ താഴേക്ക് പോകുന്നതുമായിട്ടുള്ള അഭ്യാസ പ്രകടനം നടത്തിയിരുന്നുവെന്നും ദൃശ്യങ്ങളിൽ നിന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നെഗറ്റീവ് ജി ആയിരിക്കാം സ്വാഭാവികമായും ഈ വിമാന അപകടത്തിനുള്ള കാരണം. വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറല്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അട്ടിമറി സാധ്യതകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ യുദ്ധവിമാനത്തിന് അപകടം പിണയുന്നത് വിദേശ മണ്ണിൽ വെച്ചിട്ടാണ്. വിദേശത്ത് ഒരു എയർ ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. പാകിസ്ഥാൻ്റെ അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അട്ടിമറി ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കപ്പെടണം എന്ന നിർബന്ധത്തോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന ആ സാധ്യത അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.